പവിത്രത്തിൻ്റെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം പറയാണ്, തേരാട്ട് ശ്രീധരൻ നിനക്ക് തന്ന കേസ് പിൻവലിക്കണം എന്ന് പറയാണ്. അത് വാദിക്കല്ലേ, ശ്രീനിവാസ് സാറിനെതിരെ നീ കേസ് വാദിക്കല്ലേ എന്ന് പറയുകയാണ്. അത് പറ്റത്തില്ലെന്ന് പറയാണ്. നീ എൻ്റെ ഭാര്യയുണ്ട ഞാൻ പറയുന്നത് എന്ന് വിക്രം പറയാണ്. ആഹാ, ആ വാക്കിനൊരു വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രീനി സാറുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം എന്ന് വേദ പറയുകയാണ്. അപ്പോൾ വിക്രം ഒന്നും മിണ്ടുന്നില്ല എന്നും പറഞ്ഞ് വേദ അങ്ങ് പോവുകയാണ്. പിന്നെ ആണെങ്കിൽ ദീപ്തി വരുണുമായിട്ട് കൂടുതൽ അടുക്കുകയാണ്. അവരാണെങ്കിൽ വേദ പറയുന്നതൊന്നും കേൾക്കാതെ ദീപ്തി വരുണുമായിട്ട് ബീച്ചിലും ഒക്കെ പോകുന്നുണ്ട്. അപ്പം വേദ ഇതൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ വേദയ്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വേദ പറയുന്നതൊന്നും ദീപ്തി കേൾക്കാൻ തയ്യാറാവുന്നതുമില്ല. അങ്ങനെ വേദ വിചാരിക്കുകയാണ്, വരുണിൻ്റെ അമ്മയടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയാം. പകയുടെ പുറത്ത് ദീപ്തിയെ ആക്കുന്ന കാര്യവും വേദ വരുണിൻ്റെ അമ്മയടുത്ത് പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ വരുണിൻ്റെ അമ്മയെ കണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് വരുൺ അങ്ങോട്ട് വരികയാണ്. അപ്പം വരുണിൻ്റെ അമ്മ ആണെങ്കിൽ വരുന്ന പാടെ വരുണിനെ കന്നം മുളക്കം നല്ലൊരു അടി വെച്ച് കൊടുക്കണം. എന്നിട്ട് പറയണം, നിൻ്റെ പഴയ സ്വഭാവമൊന്നും നീ ഇതുവരെ മാറ്റാൻ തീരുമാനിച്ചിട്ടില്ലേ? അന്ന് നീ ഒരു പെണ്ണിനോട് കാണിച്ച ക്രൂരത ഞാൻ മറന്നിട്ടില്ല. ഇപ്പോൾ വീണ്ടും അതിൻ്റെ പക തീർക്കാനാണോ അടുത്തൊരു പെൺകുട്ടിയെ വലയിലാക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. വരുൺ ഒന്നും മിണ്ടുന്നില്ല. എന്താടാ നീ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുകയാണ്. നിങ്ങളെല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ അന്നൊരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ദീപ്തിയെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്. എനിക്ക് എന്നും തെറ്റുകൾ മാത്രം പറഞ്ഞു തരാറുള്ള എൻ്റെ അച്ഛൻ എന്നെ തെറ്റ് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളായിരുന്നു. പക്ഷേ അന്ന് ആ തെറ്റ് സംഭവിച്ചതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴാണ് എൻ്റെ തെറ്റ് ഓരോന്നും എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. മാത്രമല്ല ദീപ്തി എന്നെ ഒത്തിരി സഹായിച്ചു. എൻ്റെ നല്ല സ്വഭാവത്തിലേക്ക് എന്നെ നയിക്കാൻ ദീപ്തി എന്നെ ഒത്തിരി സഹായിച്ചു. എനിക്കൊരു ചീത്ത കാലമുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ എല്ലാ സ്വഭാവവും മനസ്സിലാക്കിയാണ് ദീപ്തി എന്നെ സ്നേഹിച്ചത്. അതുപോലെ തന്നെ ദീപ്തിയുടെ പ്രസൻസ് എനിക്ക് ജീവിതത്തിലുടനീളം വേണമെന്ന് ഒരാഗ്രഹവും ഉണ്ടായി. ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ദീപ്തിയെ സ്നേഹിച്ചത്. ഒരിക്കലും ദീപ്തി ചതിക്കണമെന്ന് വിചാരിച്ചല്ല എന്ന് പറയാണ്. എന്നിട്ട് വേദയെടുത്ത് വന്ന് പറയാണ്, ചേച്ചി ഞാൻ അന്ന് അങ്ങനെ ഒരു തെറ്റ് ചെയ്തത് ശരി, അത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരിക്കലും ദീപ്തിയെ ചതിക്കാൻ വേണ്ടിയല്ല സ്നേഹിച്ച് പുറകെ നടക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. വിവാഹം കഴിക്കാനും ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് പറയാണ്. ഒരിക്കലും അച്ഛൻ്റെ പക വീട്ടാൻ വേണ്ടിയല്ല ഞാൻ ദീപ്തിയെ സ്നേഹിച്ചത് എന്ന് പറയുകയാണ്. അമ്മയ്ക്കറിയാമല്ലോ, ഇന്ന് വരെ അച്ഛൻ എന്നോട് സ്നേഹത്തോടെ ഒന്നും സംസാരിക്കുകയോ എന്നെ ചേർത്ത് പിടിക്കുകയോ ചെയ്തിട്ടില്ല. എനിക്ക് സ്നേഹം എന്താണെന്ന് അറിയത്തില്ല. കാരണം എൻ്റെ അമ്മ നേരത്തെ മരിച്ചുപോയി. ആ അമ്മയുടെ സ്നേഹവും എനിക്ക് കിട്ടില്ല. പിന്നെ എൻ്റെ അച്ഛൻ്റെ പക മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നുള്ളൂ. പകയുടെ കാര്യങ്ങൾ മാത്രമേ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. പിന്നെ ഈ അമ്മയെ എനിക്ക് സ്നേഹിക്കാൻ തോന്നിയിട്ടുമില്ല. ഞാൻ അമ്മയുടെ അടുത്ത് കൂടുതൽ അടുത്തിട്ടുമില്ല. അതുകൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ ആയത് എന്ന് വരുൺ പറയണം. വരുണിൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വരുണിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. വരുണിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അപ്പം വേദയ്ക്ക് വരുൺ സത്യസന്ധമായിട്ടാണ് ദീപ്തിയെ സ്നേഹിക്കുന്നതെന്ന് തോന്നി. വേദ ഒന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. വീട്ടിലെത്തുമ്പോഴും വരുണിൻ്റെ കാര്യം മാത്രമാണ് വേദ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വരുണിനെ വിശ്വസിക്കാമോ, വരുൺ പറയുന്നത് ശരിയാണോ എന്നും വീണ്ടും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് വിക്രം അങ്ങോട്ട് വന്ന്, എന്താ വേദാളമേ ഇത്രയും ആലോചിക്കാൻ? അല്ല, ഞാൻ ഇന്ന് വരുണിനെ കണ്ടായിരുന്നു, വരുണിനോട് സംസാരിച്ചിരുന്നു. ഈ വരുണിനോട് സംസാരിച്ചു? അതെ, ഞാനിന്ന് വരുണിൻ്റെ വീട്ടിൽ പോയായിരുന്നു. അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം വരുണും ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ സംസാരിച്ച്. നമ്മൾ വിചാരിച്ചതുപോലല്ല വരുൺ ഇപ്പം നല്ല മാറ്റമുണ്ട്. അവൻ ആത്മാർത്ഥമായിട്ടാണ് ദീപ്തിയെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നു. വാസവനോടുള്ള വാസവനും നമ്മളും തമ്മിലുള്ള വൈരാഗ്യത്തിൻ്റെ പുറത്തല്ല ദീപ്തിയെ സ്നേഹിക്കുന്നതെന്നും അവന് നല്ല മാറ്റമുണ്ടെന്നും അവന് കുറ്റബോധം ഉണ്ടെന്നൊക്കെയാണ് അവൻ പറയുന്നത്. അപ്പം നീ അത് വിശ്വസിച്ചോ? അത് വിശ്വസിക്കാനാണ് എനിക്ക് തോന്നിയത്. അവൻ്റെ പറച്ചിൽ അത്രയും ആത്മാർത്ഥത ഉണ്ടായിരുന്നെന്ന് വേദ പറയുകയാണ്. അപ്പോൾ വിക്രം ചിരിക്കുകയാണ്. നീ എന്ത് മണ്ടിയായി, നീ എന്ത് വക്കീലാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവൻ്റെ ഒരു പുതിയ ഒരടവ്, ആ അടവിൽ നീ വീണുപോയി. അങ്ങനെ തോന്നുന്നില്ല വിക്രം. അവർ തമ്മിൽ സത്യസന്ധമായ ഒരു ഇഷ്ടമാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയാണ്. നീ ആൾ കൊള്ളാമല്ലോ, നീയാണ് വക്കീലിന് പഠിച്ചിരിക്കുന്നത്. അവൻ വാസവൻ്റെ മകനല്ലേ, അവൻ്റെ പുതിയ നമ്പരായിരിക്കും. നീ അത് വിശ്വസിക്കല്ലേ. ദീപ്തി ചെന്ന് പെടുന്നത് ആ ട്രാപ്പിലാണ്. അവൻ്റെ ആ ട്രാപ്പിലാണ് ദീപ്തി ചെന്ന് പെട്ടിരിക്കുന്നത് എന്ന് പറയാണ്. ദീപ്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വെച്ച് ദീപ്തി ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. മാത്രമല്ല ദീപ്തി വിചാരിക്കുന്നത് ദീപ്തി കാരണം ഒരാൾ നന്നായി, അതുകൊണ്ട്
അയാളെ എന്നും ചേർത്ത് പിടിക്കണം എന്നാണ് ദീപ്തി വിചാരിച്ചിരിക്കുന്നത് എന്ന് വിക്രം പറയാണ്. അതിന് നീ സപ്പോർട്ട് ചെയ്യല്ലേ, കാരണം സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നതോറും അവളുടെ വീഴ്ചയുടെ ആക്കം കൂടും എന്ന് പറയാണ്. വേദ പറയാണ്, എനിക്കങ്ങനെ തോന്നിയില്ല, എന്നാലും വിക്രം പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചേ മുന്നോട്ട് പോകത്തുള്ളൂ. എപ്പോഴും അവളുടെ പേരിലൊരു കണ്ണ് എൻ്റെ കാണും എന്ന് വേദ പറയുകയാണ്. പറഞ്ഞ അവർ സംസാരിച്ച് കിടക്കാണ്. അപ്പം വേദ പറയാണ്, അതിൻ്റെ കൂടെ ചോദിക്കുകയാണ്, ഞാനൊരു കാര്യം പറയാമായിരുന്നു. ശ്രീകാര്യ ശ്രീനിവാസന് ഉള്ള ബന്ധം നിങ്ങൾ ഉപേക്ഷിക്കാം എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് ഇതുവരെ തന്നില്ല. അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. അപ്പം വിക്രം പറയണം, ഇതുവരെ ഞാൻ ആ തീരുമാനം എടുക്കുമ്പോൾ നിന്നെ അറിയിക്കാം എന്ന് പറയണം. അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെ ആണെങ്കിൽ വിക്രം അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങാണ്. കൂടെ വേദയും പോകുന്നുണ്ട്. അപ്പം കമലമ്മയോട് പറയാണ്, അമ്മേ ഞാനും കൂടെ പോയിട്ട് വരാം അമ്പലത്തിൽ എന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോകണം. അമ്പലത്തിലൊക്കെ ദർശനം കഴിഞ്ഞ് വേദ വിക്രമിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. കുറേ നേരം അവർ തമ്മിൽ സംസാരിക്കുമ്പം പറയാണ്, നീ എന്താ പ്രാർത്ഥിച്ച്? അതൊക്കെ ഉണ്ട്, അതൊന്നും പുറത്ത് പറഞ്ഞുകൂടാ എന്ന് പറയാണ്. വിക്രം എന്താ പ്രാർത്ഥിച്ചേ? നീയല്ലേ പറഞ്ഞത് പ്രാർത്ഥിക്കുന്നത് പുറത്ത് പറഞ്ഞുകൂടാ എന്ന്. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഓരോരോ ആഗ്രഹങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് നടക്കണേ ഇത് നടക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ കുറേ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ ബൈക്കിൽ പോവുകയാണ്. ബൈക്കിൽ പോകുമ്പോൾ ഒരു കടയുടെ ഫ്രണ്ടിലെത്തുമ്പോൾ വിക്രമാണെങ്കിൽ ബൈക്ക് നിർത്തുന്നുണ്ട്. എന്താ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് ഇവിടുന്ന് ഒരു സാധനം വാങ്ങിക്കാനുണ്ട്. ഇവിടുന്നോ? കടയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് സാധനം വാങ്ങിക്കാനാണ്? അതൊക്കെ ഉണ്ട്, നീ ഒന്ന് ഇറങ്ങിയേ. അങ്ങനെ വേദ ഇറങ്ങണം. നീ വരുന്നോ? ഇല്ലില്ല, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വാ, നിങ്ങൾക്കല്ലേ എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയിട്ട് വാ എന്ന് പറയാൻ. അങ്ങനെ വിക്രം പോയി വേദയ്ക്ക് ഒരു സാരി വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. സാരി വാങ്ങിക്കാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനൊക്കെ ആയി. എന്നാലും വിക്രം ഒരു സാരി എടുത്തുകൊണ്ട് വരികയാണ്. സാരി എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക്, എന്താ വിക്രം ഇത്, എന്താ വാങ്ങിച്ചതെന്ന് ചോദിക്കുകയാണ്. അത് ഇയാൾക്ക് കൊടുക്കാൻ, ആർക്ക് കൊടുക്കാൻ എന്നും പറഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്ക് വിക്രമാണെങ്കിൽ അതെടുത്ത് വേദയുടെ നേരെ നീട്ടിയാണ്. നിനക്കാ? എനിക്കോ? ആ വേദ, നിനക്കുള്ളതാ ഇത്, ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചതാ. വേദയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. വേദ അത് വാങ്ങിക്കുന്നുണ്ട്. എന്താ വിക്രം ഇത്? തുറന്ന് നോക്കുമ്പോൾ ഒരു സാരി. നീ തുറന്ന് നോക്ക് എന്ന് പറയാണ്. അപ്പം തുറന്ന് നോക്കുമ്പോൾ ഒരു സാരി. വേദയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. വേദ പറയാണ്, ഇന്ന് വരെ വിക്രംസ്വാമിക്ക് എനിക്കൊന്നും വാങ്ങിച്ചു തരണമെന്ന് തോന്നില്ല, പക്ഷെ ഇന്നത് തോന്നി. അമ്മയ്ക്ക് മാറ്റമൊക്കെ ഉണ്ട് എന്ന് പറയണേ. ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആ സാരി. വിക്രമനും വേദയുടെ സന്തോഷം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ്. നിനക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ വിക്രം എന്ത് വാങ്ങിച്ചെന്നാലും എനിക്കിഷ്ടപ്പെടും എന്ന് വേദ പറയുകയാണ്. എനിക്കിത് വാങ്ങിച്ചു തരാൻ വിക്രമിന് തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യം എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരുടെയും ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറയുന്നില്ലെങ്കിലും അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടമാണെന്ന് രണ്ടുപേരും തെളിയിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ വീട്ടിലെത്തുന്നുണ്ട്. എത്തുമ്പോൾ തന്നെ കമലമ്മ കാത്തിക്കണേ. എന്താ മക്കളെ താമസിച്ചത്? കുറേ നേരമായല്ലോ പോയിട്ട്. ഏയ് ഒന്നുമില്ലമ്മേ എന്ന് പറയാണ്. അപ്പം എന്താ കയ്യിലിരിക്കുന്ന കവറിൽ എന്ന് കമലമ്മ ചോദിക്കുകയാണ്. അത് എന്താ മോളെ? അതാണെങ്കിലേ നന്ദിനിയും ശ്രീജയും വരുന്നുണ്ട്. അതാണെങ്കിൽ വിക്രം എനിക്കൊരു സാരി വാങ്ങിച്ചു തന്നെ. അപ്പോൾ കമലമ്മയ്ക്ക് സന്തോഷമാകുന്നുണ്ട്. കമലമ്മ ഒരു സാരിയോ? ഇവ നിനക്ക് വാങ്ങിച്ചു തന്നോ? ഇത് ചുമ്മാതമ്മയായിരിക്കും, ഇവള് കയറി വാങ്ങിച്ചിട്ട് വിക്രത്തെ കൊണ്ട് പൈസ ഒടിപ്പിച്ചായിരിക്കും നന്ദിനി പറയുകയാണ്. അല്ല അമ്മേ, വിക്രം നേരിട്ട് പോയി കടയിൽ പോയി എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നത്, എന്നെ അവിടെ നിർത്തിയിട്ട് വിക്രം തന്നെയാണ് വാങ്ങിച്ചു തന്നെ എന്ന് പറയുകയാണ്. അപ്പോൾ നോക്കട്ടെ മോളെ എന്ന് കമലമ്മ പറയണം. അങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. കാണിച്ചപ്പോൾ നല്ല സാരിയാണല്ലേ, ഇവൻ ഇങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാൻ അറിയാവോ? കമലമ്മ ചോദിക്കുകയാണ്. എന്തായാലും ഇഷ്ടമായി, എനിക്ക് സന്തോഷമായി, അവന് മാറ്റമൊക്കെ വന്നു തുടങ്ങിയല്ലോ എന്ന് പറയാണ്. വിക്രം അങ്ങ് മുറിയിലേക്ക് പോവുകയാണ്. ശ്രീജ പറയാണ്, നല്ല കാര്യം മോളെ, അവന് പതുക്കെ മാറ്റം വരുന്നുണ്ട്. നന്ദിനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഞാനും പ്രതീക്ഷയിലാണ് ശ്രീചേട്ടത്തി എന്നെ അവിടെ നിർത്തിയിട്ട് ഒരു സാധനം വാങ്ങിക്കണമെന്നും പറഞ്ഞ് കടയിൽ കയറിയത്. ഇങ്ങനെ ഒരു കാര്യത്തിനാണ് പോകുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എന്ന് പറയാണ്. എന്തായാലും നിനക്ക് സന്തോഷമായില്ലേ മോളെ എന്ന് കമലമ്മ ചോദിക്കുകയാണ്. സന്തോഷമായ അമ്മ എന്ന് പറയണേ. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.